അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട മാഫിയയും ഉണ്ടെന്ന് ഞാൻ ഒരാള് ഒരു കൂലിപ്പണിക്കാരനായിരിക്കും, മറ്റാള് വലിയൊരു മുതലാളിയായിരിക്കും. ഒരു നിലയ്ക്കും ബന്ധപ്പെടാൻ സാധിക്കാത്ത ആളുകൾ ഒരു മത്സ്യത്തൊഴിലാളിയായിരിക്കും. നമ്മളെ കോസ്റ്റൽ റീജിയനിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കിഡ്നി ഡൊണേഷൻ നടത്തുന്നുണ്ട്. ഡോക്ടർ ഗണപതി സാർ അതിന് ഒരു കേസും സുപ്രീം കോടതി വരെ പോയ ഒരു സംഭവം നമ്മളെ ഇന്ന് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ അവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓർഗൻസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിലും ഫോറിൻ നാഷണലിലും പെട്ടിട്ടുണ്ടോ എന്നും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരു സ്റ്റഡി തുടങ്ങാൻ ഞാൻ തുടങ്ങിയിരുന്നു കിഡ്നി ഡോണേഴ്സിന്റെ ഹെൽത്ത് കോൺസിക്വൻസിനെ കുറിച്ച്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ ഡോണേഴ്സിന് മുഴുവൻ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എപ്പോഴും ചർച്ചാ വിഷയമായിട്ട് വരുന്നതാണ് ഈ ഓർഗൻ ഡൊണേഷൻ, മസ്തിഷ്ക മരണമെല്ലാം. ഇപ്പോൾ ഒരു മസ്തിഷ്ക മരണം കൺഫേം ചെയ്യുമ്പോൾ അത് കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമെങ്കിലും കുറെ പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും എത്തിക്കൽ ഡിലമ ഉണ്ടാവാറുണ്ടോ? അതിനെ പറ്റിയിട്ട് പറയാമോ? എത്തിക്കൽ ഡയലിമ ഉള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് തീർച്ചയായും. അങ്ങനെ ഒരു സംഭവം ഉള്ള സിറ്റുവേഷൻ. കാരണം നമുക്ക് ആലോചിച്ചറിയാം, ഒരാള് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഒരാള് ഓർഗൻ കിട്ടിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിരിക്കുന്നു, അയാളും അയാളുടെ കുടുംബവും. ആക്സിഡന്റ് പറ്റിയ ഒരാള് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ആള് അത് ബ്രെയിൻ ഡെത്ത് ശ്വസിക്കുന്നുണ്ട്, വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ആള് ശ്വസിക്കുന്നുണ്ട്, ഹൃദയമിടിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം ഡോക്ടർ പറയാനുള്ളത് ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണ്. അപ്പൊ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ ആ ഫാമിലിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പൊ അവരെ മനസ്സിലാക്കണം ഇത് ബ്രെയിൻ ഡെത്ത് ആണ്. ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു രീതി നിയമപരമായിട്ടുണ്ട്. ആ രീതിയിലൂടെ കടന്നു പോകാതെ വരുമ്പോഴാണ് ഈ അലിഗേഷൻസ് വരുന്നത്. ആ രീതിയിൽ അതിന്റെ നിയമപരമായിട്ട് ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ നടക്കാത്ത സാഹചര്യങ്ങളിലാണ് ജോസഫിനെ പോലത്തെ സിനിമ ഉണ്ടാവുന്നത്. ഇത് ഡയറക്ടർമാരെയോ സിനിമാക്കാരെയോ പൊതുജനത്തിനോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർമാർ സ്വയം വിമർശിക്കപ്പെടണം, മനസ്സിലാവണം ഇത് നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണോ. അത് ഇടവിട്ട സമയങ്ങളിൽ ഇടവേളകളിൽ വ്യക്തമായിട്ടുള്ള ബ്രെയിൻ സ്റ്റെം റിഫ്ലക്സ് നോക്കിക്കൊണ്ട് വേണം ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഒരു 4 പേരടങ്ങുന്ന ഒരു ടീം ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ. ഒരിക്കലും അയാൾ ജീവിതത്തിൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യാവൂ. പക്ഷേ എല്ലാത്തിലും പോലെ തന്നെ ഇതിലും ഈ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ 4 പേരെയും സെലക്ട് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫ് ദാറ്റ് ഹോസ്പിറ്റലാണ്. ഈവൻ ദോ നമ്മൾ ഈ 4 പേരും ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെടാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഹോസ്പിറ്റലിൽ തന്നെ RMP ആണ് ഈ 4 പേരെയും ചൂസ് ചെയ്യുന്നത്. ഫ്രം ദ ഒരു അപ്രോപ്രിയേറ്റ് അതോറിറ്റി നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് ഈ ഡോക്ടർമാരെ ചൂസ് ചെയ്യുന്നത് അത് അവിടുത്തെ RMP രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അപ്പോൾ അതിലൊരു സുതാര്യതക്കുറവുണ്ട്. ആ സുതാര്യതക്കുറവ് മുതലാക്കിക്കൊണ്ടാണ് ചില സിറ്റുവേഷനിൽ അങ്ങനെ ഒരിക്കലും ഒരു ഡോക്ടറും ഒരു രോഗിയെ കൊല്ലാൻ കൂട്ടു നിൽക്കില്ല. അതൊരു ഫാക്റ്റാണ്, അതൊരു അടിസ്ഥാനപരമായ ഫാക്റ്റാണ്. പക്ഷെ ഇന്നത്തെ മാറുന്ന സാഹചര്യങ്ങളിൽ, ഇന്നത്തെ ഒരു എല്ലാം കമേഴ്സ്യലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ അത്തരം കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റമറ്റതാകണം. അതിന് നിയമത്തിലെ പ്രോട്ടോകോൾ പാലിക്കണം. ചില ഇൻസിഡൻസുകൾ, എറണാകുളത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഒരു അബിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഡോക്ടർ ഗണപതി സാർ അതിന് ഒരു കേസും ഒരു സുപ്രീം കോടതി വരെ പോയ ഒരു സംഭവം നമ്മളെ ഇന്ന് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഒരു യങ്സ്റ്റർ 10-20 വയസ്സായ കുട്ടി ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ തന്നെ ആ കുട്ടിയെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. പക്ഷെ കുട്ടി വന്നപ്പോൾ തന്നെ ഒരു മാർ ബിസീലിയസ് ഹോസ്പിറ്റലാണ് എൻ്റെ ഒരു ഓർമ്മ, കോതമംഗലത്ത് അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക്
സ്റ്റോറിലേക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ കുട്ടി അവരുടെ ഓർഗൻസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിലും ഫോറിൻ നാഷണലിലും പെട്ടിട്ടുണ്ടോ എന്നും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെ അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഇതിൽ ചെയ്ത തെറ്റുകളൊന്നുമില്ല, നിയമപരമായിട്ടായിരുന്നു ചെയ്തതെന്ന് സമൂഹത്തെ മനസ്സിലാക്കാൻ ഉത്തരവാദിത്തം ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു പൊതുജനത്തിന്റെ മനസ്സിൽ ഒരു സംശയത്തിന്റെ നിഴലുകൾ ഉണ്ടാവുന്നത്. ഇത്തരം പ്രക്രിയകൾ എപ്പോഴും സുതാര്യമായിരിക്കണം. ആ സുതാര്യമായി ചെയ്താൽ മാത്രം പോരാ, സുതാര്യമായി ചെയ്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. എന്നാൽ മാത്രം ഇത്തരം പ്രോസസ്സുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് പക്ഷെ അതിൽ അനാവശ്യമായി ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ ചെയ്യുന്ന പ്രവൃത്തിയെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ച് ഇകഴ്ത്തി കാണിക്കുന്ന സംഭവം ഉണ്ടാവുന്നുണ്ട്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് ഡോക്ടർമാർക്ക് ഈ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കാനും ഒപ്പം അവരുടെ അവയവങ്ങൾ റിമൂവ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനുമുള്ള ഒരു സാഹചര്യം നിഷേധിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ വളരെ കുറവ് മാത്രമേ ഇത്തരം മസ്തിഷ്കമരണ സ്ഥിരീകരണവും ഓർഗൻ ഡൊണേഷൻ നടക്കുന്നുള്ളൂ. മറിച്ച് നമ്മളെ സംസ്ഥാനത്ത് കൂടുതൽ നടക്കുന്നത് ലൈവ് ഡൊണേഷനാണ്. ലൈവ് ഡൊണേഷന്റെ സാഹചര്യം ഇതിലും വിഭിന്നമാണ്. ലൈവ് ഡൊണേഷൻ ഒരു പ്രായമുള്ള ഒരാള്, ഒരു 60-70 വയസ്സായ ഒരാള് റിയൽ ഡിസീസായിട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. ഓർഗൻ കൊടുക്കാൻ വരുന്ന ആളുകളോ യങ്സ്റ്റേഴ്സ് ആണ്. 20 വയസ്സ് 30 വയസ്സിന് താഴെയുള്ള ഡോണേഴ്സുകളാണ് തരുന്നത്. ഇയാൾ 70 വയസ്സ് ജീവിതം ആസ്വദിച്ചിട്ട് ചിലപ്പോ പല രീതിയിലും ലിവറും കിഡ്നിയും ഒക്കെ കളഞ്ഞൊരു വ്യക്തിയായിരിക്കും. അവിടെയും എത്തിക്കൽ ഡയലമുണ്ട്. ഇവൻ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിന് പറയുന്ന ഒരു അൾട്രൂയിസ്റ്റിക് ഡോണർ എന്നാ പറയാം. അതായത് ഗുഡ് സമാർട്ടൻ ഡോണർ. വളരെ സ്നേഹത്തോടു കൂടി എന്റെ ഉറ്റവനായി കാണപ്പെടുന്ന ഒരാൾക്ക് വരുന്ന ഒരു കിഡ്നി കൊടുക്കുന്നു, അല്ലെങ്കിൽ ലിവറിന്റെ പകുതി കൊടുക്കുന്നു. പക്ഷെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഭൂരിഭാഗം ഈ അൺറിലേറ്റഡ് ഡോണറും നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയിലെ ഒരു മെമ്പറും കൂടിയാണ് ഞാൻ. അപ്പൊ എന്റെ മുന്നിലെത്തുന്ന കേസുകൾ ഇതിൽ വേദനാജനകം എന്ന് പറയട്ടെ, ഈ അയാളുടെ കിഡ്നി പോകുന്നു, അയാൾ ഫൈനാൻഷ്യലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി കിട്ടുന്ന കാശ് പോലും ഏജൻസ് കൊണ്ടുപോകുന്നു. അതും അയാൾക്ക് നേരിട്ട് കിട്ടുന്നില്ല, ഡോണർക്ക് നേരിട്ട് കിട്ടുന്നില്ല. അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട മാഫിയയും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അവരുടെ ഡോണർക്ക് ഡോണറിന് കാശ് കൊടുത്തിട്ടാണ് കിഡ്നി കൊടുക്കുന്നത് എന്ന് ഒരുവിധം വ്യക്തമാകുന്ന സാഹചര്യമാണ് എല്ലാ കേസിലും ഉണ്ടാവാറ്. അത് വളരെ അന്തരമുണ്ടാവും. ഒരാള് ഒരു കൂലിപ്പണിക്കാരനായിരിക്കും, മറ്റാള് വലിയൊരു മുതലാളിയായിരിക്കും. ഒരു നിലയ്ക്കും ബന്ധപ്പെടാൻ സാധിക്കാത്ത ആളുകൾ ഒരു മത്സ്യത്തൊഴിലാളിയായിരിക്കും. നമ്മളെ കോസ്റ്റൽ റീജിയനിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കിഡ്നി ഡൊണേഷൻ നടത്തുന്നുണ്ട്. ഇത് ഏതൊരു സർജറിയെ പോലെ തന്നെ കിഡ്നി ഡൊണേഷനും ഒരു റിസ്കി സർജറി തന്നെയാണ്. ഒരു ഡോണർ കിഡ്നി എടുത്ത് മാറ്റുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അത് ഏതൊരു മേജർ സർജറിയെ പോലെ തന്നെ ഒരു 1 to 3 ഡെത്ത് പോലും 1000 കാര്യത്തിൽ ഉണ്ടാവുന്ന. പക്ഷെ അതൊരിക്കലും ഡോക്ടർമാർ ഈ ട്രാൻസ്പ്ലാന്റ് ടീം ഡോണേഴ്സിന് പറഞ്ഞു കൊടുക്കില്ല. ഇത് പ്യുവർലി കംപ്ലീറ്റ്ലി സേഫ് പ്രൊസീജിയർ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് കാലഘട്ടങ്ങളിലായി കിഡ്നി കൊടുത്ത ആളുകളെ കുറിച്ച് ഒരു സ്റ്റഡി പോലും കൂടുതലായി നടന്നിട്ടില്ല. ഒരു സ്റ്റഡി തുടങ്ങാൻ ഞാൻ തുടങ്ങിയിരുന്നു കിഡ്നി ഡോണേഴ്സിന്റെ ഹെൽത്ത് കോൺസിക്വൻസിനെ കുറിച്ച്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ ഡോണേഴ്സിന് മുഴുവനും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഒരു മാഫിയ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത്തരം ആളുകളെ നമുക്കറിയാം, കിഡ്നിയുടെ ആവശ്യകത കിട്ടുന്നേക്കാളും കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കമേഴ്ഷ്യലിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇഷ്ടംപോലെ ആവശ്യക്കാർ
ക്യൂ നിൽക്കുന്നു, കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷെ ഇത് ചൂഷണം ചെയ്യപ്പെടുന്നത് പാവങ്ങളെയാണ്, ഒപ്പം സ്ത്രീകളെയാണ്. ഇപ്പൊ സ്ത്രീകൾ ഈ ഭർത്താക്കന്മാർ നിർബന്ധിച്ചിട്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സ്ത്രീകൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷന്റെ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്നു, മുലയൂട്ടുന്ന അമ്മമാർ പോലും എത്തുന്നു. ഇത് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളാണെങ്കിൽ അത് അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഫൈനാൻസിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട് ശരീരത്തിലെ ഒരു അവയവം കൊടുക്കാന്നുള്ള ഒരു സാഹചര്യം നമ്മളെ സ്റ്റേറ്റിലുണ്ടോ? അതിന് സപ്പോർട്ടീവ് മെഷേഴ്സ് മറ്റു കാര്യങ്ങൾ കൊടുത്തുകൂടെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ടുള്ള കഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം.